ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് 4 ചെക്കോട്ട സാരീസ്, ബഡ്ജറ്റഡ് സാരീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് നല്ലൊരു റെസ്പോൺസ് കിട്ടിയ ഒത്തിരി പേർക്ക് അത് താല്പര്യപ്പെട്ട് വീണ്ടും വീണ്ടും ആവശ്യക്കാർ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലും അതുപോലെ തന്നെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള 4 ചെക്കോട്ട സാരീസ് ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്ത ഒരു കളർ ഷെയ്ഡും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇന്നത്തെ സാരീസും 4ഉം ബഡ്ജറ്റഡ് ആണ്. എല്ലാം 1200 റേഞ്ചിലുള്ള സാരീസ് ആണ് എല്ലാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം. എവിടേക്കാണ് വരുന്നത്, ഏതൊക്കെ സ്റ്റിച്ചസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് കണ്ടു നോക്കാം. അപ്പം ആദ്യത്തെ സാരി തന്നെ നമ്മുടെ ലെമൺ യെല്ലോ സാരിയാണ്. ലെമൺ യെല്ലോ സാരിയിൽ ഞാൻ ഓഷ്യൻ ബ്ലൂ കളർ ത്രെഡ് ഇട്ടിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റഡ് സാരീസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ വർക്ക്സ് ഒന്നും വരുന്നില്ല. മുന്താണിയിലും ഫ്രണ്ട് പ്ലീറ്റ്സിൻ്റെ അവിടെയാണ് വർക്ക് വരുന്നത്. ഇത് ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതാണ് മുന്താണിയിൽ വരുന്ന വർക്ക്. മുന്താണിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞു ഡിസൈനാണ്. ആ കുഞ്ഞു ഡിസൈനിൻ്റെ അകത്ത് ഫ്ലവേഴ്സ് ബൂളിയൻ നോട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഓഷ്യൻ ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഓഷ്യൻ ബ്ലൂ കളർ വരുമ്പോൾ ലീവ്സിന് ഗ്രീൻ കളർ കൊടുത്താൽ അത് മാച്ചിങ് ആവത്തില്ല. ഓഷ്യൻ ബ്ലൂവും ഗ്രീനും കൂടെ ഒരു മാച്ചിങ് കോമ്പിനേഷൻ അല്ല, മാച്ച് ആവത്തില്ല. അതുകൊണ്ട് തന്നെ ലീവ്സിന് ഒരു ഡ്രൈഡ് ലീവ്സിൻ്റെ ലുക്ക് കിട്ടാനുള്ള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിസൈൻ വന്നിരിക്കുന്ന മുന്താണിയിൽ. പിന്നെ റണ്ണിങ് പോർഷനിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവറായിട്ട് ഒരു സിംഗിൾ ഫ്ലവറായിട്ട് ഇതുവരെ 2 ഡിസൈൻ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. മുന്താണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ, ഒരു ഫ്ലവറും അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഡിസ്റ്റൻസ് വിട്ടിട്ട് വീണ്ടും ഇതുവരെ തന്നെ ഒരു ഫ്ലവറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് റണ്ണിങ് പോർഷനിൽ 2 ഫ്ലവർ ഇതുവരെ വരുന്നുണ്ട്. 2 ഫ്ലവർ ഇതുവരെ കുഞ്ഞത് റണ്ണിങ് പോർഷനിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഷോൾഡർ പോർഷനിൽ 3 ഇതുപോലത്തെ ഫ്ലവേഴ്സ് ആണ് വരുന്നത്. മുന്താണിയിൽ കണ്ടുപോലത്തെ 3 എണ്ണം അടുപ്പിച്ച് 3 വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ 3 എണ്ണം, മുന്താണിയിൽ 1 എണ്ണം, റണ്ണിങ് പോർഷനിൽ സിംഗിൾ ആയിട്ടുള്ള ഫ്ലവർ 2 എണ്ണം. അങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതെല്ലാം 1200 റേഞ്ചിൽ വരുന്ന സാരീസാണ് എല്ലാം. അപ്പോൾ ഇത് ലെമൺ യെല്ലോ ചെക്കോട്ടയിൽ ഓഷ്യൻ ബ്ലൂ കളർ ത്രെഡ് ഇട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ബൂളിയൻ നോട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അത് ആങ്കർ കോട്ടൺ ത്രെഡാണ്, പേൾ കോട്ടൺ അല്ല, ആങ്കർ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്താണ് ബൂളിയൻ നോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലീവ്സ് ലേസി ഡേസി 2 വട്ടം തയ്ച്ചിരിക്കുന്നതാണ്. ഒരു ഇതിൽ തന്നെ 2 വട്ടം ലേസി ഡേസി തയ്ച്ചിരിക്കുന്നതാണ് ലീവ്സ്. അത് 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെമ്മും ലേസി ഡേസിയും തയ്ച്ചിരിക്കുന്നത്. അതും കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്, ആങ്കർ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. വളരെ സിമ്പിളായിട്ട് ഡെയിലി വെയറിനൊക്കെ പറ്റിയൊരു ഡിസൈനിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി, ലെമൺ യെല്ലോ സാരി. അടുത്തത് നമ്മൾ ഇതിന് മുമ്പ് കാണിക്കാത്ത ഒരു കളർ ഷെയ്ഡാണ്. അതൊരു പ്രത്യേക തരം ഒരു ബ്ലൂ കളർ സാരിയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉജാലയൊക്കെ മുക്കിക്കഴിഞ്ഞാൽ തുണിക്ക് കിട്ടുന്ന ഒരു കളറില്ലേ, ആ ഒരു കളറാണ് ഈ സാരിയുടെ കളർ. അപ്പോൾ ആ ഒരു ബ്ലൂ കളർ സാരിയുടെ അകത്ത് നമ്മൾ റെഡ് കളർ കോമ്പിനേഷനാണ് കൊടുത്തത്. റെഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ്. ഇങ്ങനെ ഒരു എസ് ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ്. ഇതിൻ്റെ അകത്ത് വലുതും കുഞ്ഞതും ആയിട്ടുള്ള ഓരോരോ സർക്കിൾസ് ആണ്. ഈ സർക്കിൾസിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് റോസിറ്റി സ്റ്റിച്ചാണ്. ഇതിൻ്റെ അകത്ത് സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസിയും ഇത് തയ്ച്ചിരിക്കുന്ന പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ്. ഇത് തയ്ച്ചിരിക്കുന്നത് നോർമൽ ആങ്കർ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിങ് ആണ്. ഞാൻ ഇന്ന് കാണിക്കുന്ന 4 സാരിത്തെ ഡിസൈനിങ് ആണെങ്കിലും വളരെ സിമ്പിളാണ്. അതുപോലെ എല്ലാ ബിഗിനേഴ്സിനൊക്കെ തയ്ക്കാൻ പറ്റിയ ഡിസൈനിങ് ആണ്. അപ്പോൾ ഇതാണ് മുന്താണിയിൽ വരുന്ന ഒരു ഡിസൈൻ. അതുപോലത്തെ അതിൻ്റെ ഒരു കുഞ്ഞ് ഡിസൈൻ പോർഷനാണ് നമ്മൾ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈൻ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡറിലാണ് ഡിസൈൻ വരുന്നത്. ഷോൾഡർ പ്ലീറ്റിലാണ് പിന്നെ ഡിസൈനിങ് വരുന്നത്. ഇതൊരു നല്ലൊരു കളറാണ്. എല്ലാവർക്കും സൂട്ട് ആവുന്ന ഒരു കളർ കോമ്പിനേഷനുമാണ്. അത്യാവശ്യം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. പിന്നെ വരുന്നത് ഫ്രണ്ടിൽ നമ്മുടെ ഷോൾഡർ പ്ലീറ്റിലാണ് വരുന്നത്. ഇങ്ങനെ ഒരു ഡിസൈൻ ഇങ്ങനെ എസ് ഷേപ്പിൽ, അത് നേരെ തല തിരിച്ചാണ്. നമ്മൾ മുന്താണിയിൽ എങ്ങനെയാണോ വരച്ച അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു എസ് ഷേപ്പിലുള്ള ഡിസൈൻ, പിന്നെ ഒരു കുഞ്ഞു ഡിസൈൻ, പിന്നെ ഒരു എസ് ഷേപ്പിൽ ഡിസൈൻ. ഇങ്ങനെയാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. 3 ഡിസൈനിങ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 3.5 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്.
ഈ ഒരു ഡിസൈൻ കഴിഞ്ഞ് 3.5 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് ഈ ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് 3.5 കഴിഞ്ഞ് അടുത്ത ഡിസൈൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഈ എസ് ഷേപ്പ് ഡിസൈൻ 3 ഇത് കുഞ്ഞു ഡിസൈൻ 2 ആണ് ഈ ഒരു സാരിയിലും വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. ബിഗിനേഴ്സിനൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനിങ് ആണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചെക്കോട്ട സാരി ഒണിയൻ പിങ്ക് കളറാണ്. അതിനകത്ത് വളരെ സെറ്റിൽ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒട്ടും തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല, പ്രായമായവർക്ക് നല്ലോണം സ്യൂട്ട് ചെയ്യുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സാരി, നമ്മുടെ ഒണിയൻ പിങ്ക് ചെക്കോട്ട സാരി. ഇതിൻ്റെ അകത്ത് നമ്മൾ മുന്താണിയുടെ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ഒരു നീളത്തിൽ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. ഈ ഫ്ലവേഴ്സ് റൗണ്ട് സർക്കിൾ ഷേപ്പിലുള്ള ഫ്ലവേഴ്സാണ്. അത് ഫ്ലവേഴ്സിനൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന സ്പൈഡർ സ്റ്റിച്ചാണ്. ഇത് ചെയ്തിരിക്കുന്ന പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ഇത്തിരി ഗ്ലേസിങ് എഫക്റ്റ് ഉണ്ടാവും പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ. ഇത് സ്റ്റെംസ് സ്റ്റിച്ചൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ നോർമൽ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ അകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലേസി ഡേസി 2 വട്ടം ചെയ്തിരിക്കുന്നതാണ്. അതാണ് ഒരു ഫില്ലിംഗ് പോലെ നമുക്ക് തോന്നുന്നത്. നോർമൽ ലേസി ഡേസി ആണെങ്കിൽ അവിടെ ഒരു ഹോള് വരും. ഇത് 2 വട്ടം ചെയ്തേക്കുന്നതിനാണ് ഒരു ഫില്ലിംഗ് എഫക്റ്റ് പോലെ, സാറ്റിൻ സ്റ്റിച്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയിൽ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഷോൾ ഒരു ഡിസൈനും കൂടെ ഇതുപോലെ വന്നിട്ടുണ്ട് റണ്ണിങ് പോർഷനിൽ. ഇതുപോലെ ഒരു ഡിസൈനും കൂടെ റണ്ണിങ് പോർഷനിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ 2 ഡിസൈനാണ് റണ്ണിങ് പോർഷനിലുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡറാണ്. ഷോൾഡറിൽ ഇതുപോലെ മുന്താണിയിൽ കണ്ടുവറുത്ത് ഒരു ഡിസൈൻ, പിന്നെ ഒരു കുഞ്ഞ് ഡിസൈൻ, പിന്നെ ഒരു വലിയ ഡിസൈൻ. അത് നോർമലി ഞാൻ നേരത്തെ മുമ്പ് കാണിച്ചിരുന്ന എല്ലാ സാരിയിലും പോലെ വലുത്, കുഞ്ഞത്, വലുത്, അങ്ങനെയായിട്ട് 3 ഡിസൈനാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതും ഞാൻ കളർ കോമ്പിനേഷൻ ഒത്തിരി തെറിച്ച് കളർ കോമ്പിനേഷൻ അല്ല. ഈ സെയിം കളർ സാരി ബ്ലൗസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്ന് വെച്ചാൽ മിക്സ് ആൻഡ് മാച്ച് ഇട്ടാൽ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവത്തില്ല. ഈ കളർ ബ്ലൗസ് ഇട്ടാൽ അത്ര ഭംഗി കിട്ടത്തുണ്ടാവില്ല. സെയിം കളർ ബ്ലൗസ് പീസ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ സാരി കണ്ടു നോക്കാം. ഈ സാരിയുടെ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപയറിന്റെ കളറാണ്. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു കളർ സാരി. അതിൻ്റെ അകത്ത് നമ്മൾ ലേസി ഡേസി ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് തെറിച്ച് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ്. എന്നുവെച്ചാൽ ഒത്തിരി തെറിച്ച് നിൽക്കത്തില്ല, എന്നാൽ തന്നെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കളറാണ്. അപ്പം ഇതാണ് നമ്മുടെ സാരിയുടെ മുന്താണി വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ സാരിയുടെ മുന്താണി വരുന്നത്. ഒരു കുഞ്ഞു ഫ്ലവർ പാറ്റേൺ ആണ്. ഈ ഒരു ഫ്ലവർ ഞാൻ തയ്ച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഡിസൈനിങ് ആക്ച്വലി സർക്കിൾ ഡിസൈൻ ആണ് എൻ്റെ കയ്യിലുള്ള ഡിസൈനിങ്. അതിൻ്റെ അത് ഞാൻ സർക്കിൾ ഡിസൈനിൽ ബൂളിയൻ നോട്ട് ചെയ്യാം, അതല്ല ഫ്രഞ്ച് നോട്ട് ഫില്ല് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് പകരമായിട്ട് ഞാനൊരു വെറൈറ്റിക്ക് ലേസി ഡേസി, എളുപ്പം നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനിങ് ആണ് ലേസി ഡേസി. അപ്പോൾ അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഡബിൾ ഷേപ്പ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആങ്കറിൻ്റെ ഡബിൾ ഷേപ്പ് ത്രെഡാണ്. ഇതിൻ്റെ അകത്ത് ഓറഞ്ച് ഷെയ്ഡ് എന്ന് വെച്ചാൽ മസ്റ്റാർഡ് യെല്ലോ, ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ കളറും വൈറ്റും അതിൻ്റെ ലൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ടാണ് ഇത് പോകുന്നത്. ഇതിൻ്റെ അകത്ത് നടുക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ടാണ്. അതൊരു മെറൂൺ കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് തയ്ച്ചിരിക്കുന്നത് നേരത്തെ ചെയ്ത പോലെ ലേസി ഡേസി 2 വട്ടം തയ്ച്ചിരിക്കുന്ന ലീവ്സാണ്. അപ്പം മുന്താണിയിൽ ഒരു ഡിസൈൻ, റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലാണ്, ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോഴാണ് പിന്നെ ഡിസൈനിങ് വരുന്നത്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ വരച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ 3 എണ്ണമാണ് ഇതുപോലെ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ 3 ഡിസൈനിങ് ആണ് ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതും ആ സെയിം റേഞ്ചിൽ വരുന്ന സാരീസാണ്. ഈ 4 സാരീസ് ഇന്ന് കാണിച്ചിരിക്കുന്നത് 4ഉം 1200 റേഞ്ചിൽ വരുന്ന സാരീസാണ് 4ഉം. അപ്പോൾ ഡെയിലി വെയറിന് ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ എംബ്രോയിഡഡ് സാരി എടുക്കണം എന്ന് താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു സാരി കളക്ഷൻസ് ആണ് ഇന്നത്തെ 4 സാരീസും. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് ഇതിപ്പോൾ 4ഉം കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സാരീസ് കസ്റ്റമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കളർ കോമ്പിനേഷൻസ് ചേഞ്ച് ചെയ്യണം. ഇപ്പം ഓണിയൻ പിങ്ക് കളർ സാരിയിൽ ഈ ഒരു സാരിയുടെ ഡിസൈനിങ് ചെയ്യണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. നമ്മൾ കസ്റ്റമർ പറയുന്ന മാതിരി ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്താണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.